അതായത് ശതമാനം എന്ന് പറയുന്നത് ഭിന്നസംഖ്യയാണ്. അതിന്റെ ഛേദം 100-ഓ 100ന്റെ ഗുണിതങ്ങളോ ആയിരിക്കും. അതാണ് നമ്മൾ പറഞ്ഞത്. സാറിന്റെ വീഡിയോ കാണാനില്ലല്ലോ. വീഡിയോ കാണുന്നില്ല. ഞാൻ വൈറ്റ് ബോർഡ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തോണ്ടായിരിക്കും. കിട്ടുന്നില്ലല്ലോ. എനിക്ക് കിട്ടുന്നില്ല. വൈറ്റ് ബോർഡ് ഇട്ടുണ്ട്. ഇപ്പൊ വൈറ്റ് ബോർഡ് സ്റ്റാർട്ട് ചെയ്തോണ്ടായിരിക്കും. അത് സൈഡിലേക്ക് നീക്കിയാൽ കിട്ടും. ഇപ്പോ ഇതില് പറയുകയാണെങ്കിൽ 1/2 എന്ന് പറയുന്നത് എന്താണ്? 1/2 എന്ന് പറയുന്നത് എന്താ? ഒരു ഭിന്നസംഖ്യ. കാണുന്നുണ്ടല്ലോ, വൈറ്റ് ബോർഡ് നോക്കുക. 1/2 എന്നുള്ളത് ഒരു ഭിന്നസംഖ്യ. ഈ ഭിന്നസംഖ്യയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താ? അതിന്റെ അംശത്തെയും ഛേദത്തെയും ഒരേ സംഖ്യകൾ കൊണ്ട് ഗുണിക്കുകയോ ഹരിക്കുകയോ ചെയ്താലും ഒരു കുഴപ്പമില്ല. അംശത്തെയും ഛേദത്തെയും ഒരേ സംഖ്യ കൊണ്ട് തന്നെ ഗുണിക്കണം, അല്ലെങ്കിൽ ഒരേ സംഖ്യ കൊണ്ട് തന്നെ ഹരിക്കണം. അല്ലാതെ അംശത്തെ ഒരു സംഖ്യ കൊണ്ടും ഛേദത്തെ മറ്റൊരു സംഖ്യ കൊണ്ടും ഗുണിച്ചാൽ അത് ശരിയാവില്ല എന്ന് പറഞ്ഞാൽ അത് തുല്യമാവില്ല. അതാണ് അതിന്റെ അർത്ഥം. അപ്പൊ അങ്ങനെയാണെങ്കിൽ 2നെ 100 എത്ര കൊണ്ട് ഗുണിക്കണം അറിയോ? 2നെ 100 എത്ര കൊണ്ട് ഗുണിക്കണം? 50 കൊണ്ട് ഗുണിച്ചാൽ മതി. 2 × 50 ആണ് 100 അല്ലേ? അപ്പൊ 2നെ 50 കൊണ്ട് ഗുണിക്കണമെങ്കിൽ എന്ത് വേണം? 1നെയും അംശത്തെയും 50 കൊണ്ട് ഗുണിക്കണം. അല്ലാതെ ഏതെങ്കിലും ഒന്നോനെ മാത്രം ഗുണിക്കാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്തു? 2നെ 50 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് ശതമാനമാക്കാൻ പറ്റും. 100 ഛേദമായി വരണം. അപ്പോൾ തീർച്ചയായിട്ടും 50 കൊണ്ട് ഗുണിക്കണം. അപ്പൊ എന്ത് ചെയ്യണം? 1നെയും 50 കൊണ്ട് ഗുണിക്കണം. അപ്പൊ എങ്ങനെ വന്നു? 1 × 50 / 2 × 50. 1 × 50 / 2 × 50. അപ്പൊ എത്ര കിട്ടി? 1 × 50 എന്ന് പറഞ്ഞാൽ 50 തന്നെ. 1 × 50 എന്ന് പറഞ്ഞാൽ 50. 50/100. 50/100 എന്ന് കിട്ടും. 50/100 എന്ന് പറഞ്ഞാൽ അതെന്താ? അതാണ് 50% എന്ന് പറയുന്നത്. ഛേദം 100 ആയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്താൽ മതി? ഇത് പറയുന്ന പേരാണ് 50%. ഓക്കെ ഓക്കെയോ? ഓക്കെ. നമ്മൾ മനസ്സിലാക്കേണ്ട ഭിന്നസംഖ്യ ആയാലും ദശാംശം ആയാലും, ദശാംശം അങ്ങനെ തന്നെയാണ്. 1/2 ആ 10 ഛേദം 10 ആക്കണമെങ്കിൽ 5 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 1നെയും 5 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 5/10 എന്ന് വരും. അതിനെ 0.5 എന്ന് എഴുതാം. അതാണ് പിന്നെ ദശാംശത്തിൽ വരുന്നത്. ഓക്കെ, ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അത്ര പിന്നെ നമ്മൾ കണക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അപ്പം തീർക്കാം. ഒരു ചോദ്യം എഴുതിക്കോളൂ. ഒരു സംഖ്യയുടെ 200% എന്നത്, ഒരു സംഖ്യയുടെ 200% എന്നത് 140 ആയാൽ, 140 ആയാൽ ആ സംഖ്യയുടെ 160% എത്ര? ആ സംഖ്യയുടെ 160% എത്ര?
112 സാർ. 112. ഇവിടെ മറ്റുള്ളവർ ശ്രദ്ധിക്കുക. എന്താ നമ്മൾ പറഞ്ഞത്? എന്താണ് 200% എന്ന് പറഞ്ഞാൽ? എന്താണ് 200% എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സംഖ്യന്റെ ഡബിള്. ഇരട്ടിയാണ്. ശ്രദ്ധിക്കുക. 200% എന്ന് പറഞ്ഞാൽ ഇരട്ടിയാണ്. 300% എന്ന് പറഞ്ഞാൽ 3 ഇരട്ടിയാണ്. 400% എന്ന് പറഞ്ഞാൽ 4 ഇരട്ടിയാണ്. ആ രീതിയിലാണ് പോകുന്നത്. അപ്പോ നമ്മൾ പറഞ്ഞതിന്റെ ചുരുക്കം എന്നേ ഉള്ളൂ. ഒരു സംഖ്യയുടെ 200% 140 ആണെന്ന് പറഞ്ഞാൽ എന്തായിട്ട് അർത്ഥം? ഏതോ ഒരു സംഖ്യയുടെ ഇരട്ടിയാണ് 140. അപ്പൊ സംഖ്യ ഏതാ? ഒക്കെ ചാറ്റ് ചെയ്തോളൂ. രണ്ടാള് വേറെ വീണ എന്ന നമിത. സംഖ്യ എത്രയാണ്? ചാറ്റ് ചെയ്താൽ മതി. കിട്ടിയില്ല? ഏതിന്റെ ഇരട്ടിയാണ് 140? എഴുപതിന്റെ ഇരട്ടിയാണ് 140. അപ്പൊ നമുക്ക് ഒരു കണക്കിന്റെ പകുതി കിട്ടി. എന്താണ് സംഖ്യ എന്ന് പറഞ്ഞത്? എത്രയാണ്? 70. ഇനി എന്ത് ചെയ്താൽ മതി? അതിന്റെ 160%. അതിന്റെ 160% എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ 160% എന്ന് പറഞ്ഞാൽ എന്താണ്? 70 ഇൻറ്റു അതിന്റെ, ഞാൻ നിങ്ങൾ പറഞ്ഞു ഇന്ത്യന്ന് കേട്ടാൽ ഒന്നും ആലോചിക്കേണ്ട. എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ മതി. പറഞ്ഞിട്ടുണ്ട് നമ്മൾ, ഗുണിച്ചാൽ മതി എന്ന് ഞങ്ങൾ പറഞ്ഞതാണ്. അപ്പൊ എന്ത് കിട്ടി? 70 ഇൻറ്റു 160% എന്ന് പറഞ്ഞാൽ 160/100. അതില് നമുക്ക് വെട്ടിച്ചെറുതാക്കാം. വെട്ടിച്ചെറുതാക്കിയാൽ എന്ത് കിട്ടും? ആദ്യം 0 0 ഒഴിവാവും. പിന്നെ 10ഉം 16 കൂടി വേണമെങ്കിൽ വെട്ടിപ്പോയിട്ട് ഇവിടെ താഴെ 5, മേലെ 8 എന്ന് കിട്ടും. അങ്ങനെ ചെയ്യാം. അപ്പൊ എത്ര കിട്ടും? എല്ലാം കൂടി ചെയ്യുമ്പോൾ 112 എന്ന് ആൻസർ കിട്ടും. 113 അല്ല, 112 എന്ന ആൻസർ. ഇനി ഇതല്ലാതെയും വഴികളുണ്ട്. എന്ത് ചെയ്താൽ മതി? എന്താണ് 160%? 160% എന്ന് പറഞ്ഞാൽ 1.6 എന്നൊരർത്ഥമുണ്ട്. 1.6. നമ്മൾ 200% എന്ന് പറഞ്ഞാൽ 2 എന്ന് പറഞ്ഞില്ലേ? അതേപോലെ 160% എന്ന് പറഞ്ഞാൽ 1.6 എന്നും പറയാം. അപ്പൊ എന്ത് ചെയ്താൽ മതി? 70നെ 1.6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും മതി. 70 ഇൻറ്റു 1.6 അങ്ങനെയും ചെയ്യാം. അപ്പോൾ നമ്മൾ ദശാംശം ഇല്ലാന്ന് വിചാരിച്ചിട്ട് 70നെ 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് ഒരു പോയിന്റ് നീക്കിയാൽ മതി. അപ്പോഴും എത്ര കിട്ടും? അപ്പോഴും 112 എന്ന ആൻസർ കിട്ടും. അങ്ങനെ ചെയ്യാം. 112 2 താഴേക്ക് വന്നു, സാറില്ല. അങ്ങനെ ആ രീതിയിലും അതിനെ ചെയ്യാം. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത കണക്കിലേക്ക് പോകാം. വീണയ്ക്ക് നേരത്തെ തന്നെ ആൻസർ കിട്ടിയത്, നമിതയ്ക്ക് ആൻസർ കിട്ടിയിരുന്നില്ല അല്ലേ? ഓക്കെ, നമിത ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്ന് ടൈപ്പ് ചെയ്തോളൂ. നമുക്ക് അടുത്തേക്ക് പോകും. ഓക്കെ, ഇനി അടുത്തൊരു കണക്ക് എഴുതിക്കോളൂ. 2200ന്റെ
2200-ന്റെ 10%-ന്റെ 20%-ന്റെ 50% എത്ര? 2200-ന്റെ 10%-ന്റെ 20%-ന്റെ 50% എത്ര? വീണയ്ക്ക് ആൻസർ ഓക്കെ. ആൻസർ കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇവിടെ ബാക്കിയുള്ളവർക്കും ബുദ്ധിമുട്ടുണ്ടാവും. വീണ മാത്രമേ ഓക്കെ ആയിട്ടുള്ളൂ, ബാക്കിയുള്ളത് ഓക്കെ. ഇവിടെ ശ്രദ്ധിച്ചോളൂ, 2200-ന്റെ 10%. ഈ 10% എന്ന് പറഞ്ഞാൽ എന്താണ്? 10% എന്ന് പറഞ്ഞാൽ 10-1 എന്നർത്ഥമുണ്ട്. 10/100-നെ വെട്ടിച്ചെറുതാക്കിയാൽ 1/10 എന്ന് വേണമെങ്കിൽ ചെയ്യാം. അപ്പൊ 2200-ന്റെ 10-1 പറഞ്ഞാൽ 220. ഞാൻ മൈൻഡ് മാത്സ് ആണ് ഇപ്പൊ പറയുന്നത്, മനസ്സിൽ കണക്കൂട്ടുന്നതാണ് ഇപ്പൊ പറയുന്നത്. അത് കഴിഞ്ഞാൽ കാൽക്കുലേഷൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞത്. ആ 220-ന്റെ 10% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 22 വരും. ആ 22 10%. അപ്പൊ 20% നമ്മൾ അതിന്റെ ഇരട്ടി വരും. അപ്പൊ 44 എന്ന് വരും. 44-ന്റെ 50% എന്ന് പറഞ്ഞാൽ 44-ന്റെ പകുതി എന്നാണ്. 50% എന്ന് പറഞ്ഞാൽ 1/2 എന്നാണ്, പകുതി എന്നാണ്. 50% എന്ന് പറഞ്ഞാൽ പകുതിയാണ്. 25% എന്നാൽ 4/1. 12.5% എന്ന് പറഞ്ഞാൽ 1/8. അങ്ങനെ കണക്കൂട്ടും. അങ്ങനെ 44-ന്റെ പകുതി 22 എന്ന് ഒറ്റയടിക്ക് വേണമെങ്കിൽ മനസ്സിൽ കണക്കൂട്ടാം. അതിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? അങ്ങനെ ഗുണിച്ചാൽ മതി. 2000 ശ്രദ്ധിക്കുക, 2200 കുഴപ്പമില്ല. രണ്ടായിരത്തി ഇരുന്നൂറ് 2200-ന്റെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒന്നും ആലോചിക്കേണ്ട, എന്ത് ചെയ്താൽ മതി? ഗുണിച്ചാൽ മതി. നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻറ്റു 10% എന്ന് പറഞ്ഞാൽ 10/100. അതിന്റെ 20%. അപ്പൊ എന്ത് വരും?
ഇൻറ്റു 20/100. അതിന്റെ 50% എന്ന് പറഞ്ഞാൽ വീണ്ടും ഗുണനം വരും. ഇപ്പൊ 2200 ഇൻറ്റു 10/100 ഇൻറ്റു 20/100 ഇൻറ്റു 50/100. അതിനെ മൊത്തം ചെയ്താൽ എന്ത് കിട്ടും? 22 എന്നുള്ള ആൻസറിലേക്ക് നമ്മൾ വരാം വേണമെങ്കിൽ. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? അല്ലെങ്കിൽ 10 ഇൻറ്റു 100 ഇൻറ്റു 20/100 ഇൻറ്റു 50/100. അംശങ്ങളെ അംശം കൊണ്ട് ഗുണിക്കാൻ, ഛേദങ്ങളെ ഛേദങ്ങൾ കൊണ്ട് ഗുണിച്ചിട്ട് എനിക്ക് വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ വെട്ടി ചെറുതാക്കാം. പല വഴികൾ നിങ്ങൾക്ക് ഏതാണ് വഴി എളുപ്പം അതിനനുസരിച്ച് ചെയ്യാം. അതല്ലെങ്കിൽ എന്ത് ചെയ്യണം? 2200 10/100 ആദ്യം കാണും. അങ്ങനെ അതാവും നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പം എനിക്ക് തോന്നുന്നത്. കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഇങ്ങനെ വേണമെന്നൊന്നുമില്ല. 2200 10/100 അത് നിങ്ങൾ വെട്ടി ചെറുതാക്കിയാൽ 100ന്റെ ഇവിടുത്തെ 2 0 അപ്പുറത്തെ 2 0 വന്നാൽ എത്രയായി? 22 ഇൻറ്റു 10 220 എന്നൊരു ആൻസർ നമുക്ക് കിട്ടും. അപ്പൊ 2200 10% എന്നുള്ള എന്ത് കിട്ടി? 220 എന്ന് കിട്ടി. ഇനി അതിന്റെ എന്ത് കിട്ടണം? അതിന്റെ 20% കാണും. അപ്പൊ നമ്മൾ അതിന്റെ 20% അടുത്തത് 220 ഇൻറ്റു 20/100. അതിനെ നമ്മൾ ചെയ്താൽ ഈസി ആയിട്ട് 0 0 ഒക്കെ വെട്ടി പോവും അല്ലേ? ബാക്കി 22 ഇൻറ്റു 2 എന്ന് വരും. അതിന് ആൻസർ എത്ര വരും? 44 എന്ന് വരും. വെട്ടി ചെറുതാക്കാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ ക്ലാസ്സിൽ? ഉണ്ടെങ്കിൽ യെസ് എന്ന് പറയുക. അപ്പൊ നമ്മൾ അതിനെ കുറിച്ച് പറഞ്ഞു തരേണ്ടി വരും. എന്താണ് ഈ വെട്ടി ചെറുതാക്കൽ, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയും വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പോ അങ്ങനെ പറയുന്നത്. അതിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയാം. അറിയാം. ഓക്കെ, വെട്ടി ചെറുതാക്കൽ അറിയാം. അപ്പൊ 44 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്താൽ മതി? ആ 44ന്റെ 50% എന്ന് പറഞ്ഞാൽ പകുതിയാണെന്നുള്ള ഓർമ്മയിൽ വേണമെങ്കിൽ 22 എന്ന് എഴുതാം. ഇനി അത് കിട്ടാത്തവർക്ക് എന്ത് ചെയ്യാം? 44നെ 50/100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ അതിന്റെ ആൻസർ എത്ര കിട്ടും? വെട്ടി ചെറുതാക്കിയാൽ തീർച്ചയായിട്ടും നമുക്ക് എത്ര കിട്ടും? 22 എന്ന ആൻസർ. ഇതിലേതാണ് നിങ്ങൾക്ക് എളുപ്പം? അതിനെ ഒറ്റയടിക്ക് ചെയ്യാം, ഒരു കുഴപ്പമില്ലാതെ. നേരെയാണ് കുളിച്ചിട്ട് വെട്ടാളം മുഴുവൻ വെട്ടിയിട്ട് ചെയ്യാം. അപ്പൊ ആൻസർ കിട്ടും. അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യാം. അതല്ലെങ്കിൽ മനസ്സിൽ കണക്കൂട്ടാം. നിങ്ങൾക്കിതിൽ ഏതാണ് എളുപ്പം? അതൊന്ന് കമന്റ് ചെയ്തോളൂ. ഇപ്പൊ ഏതാണ് നിങ്ങൾക്ക് എളുപ്പമായി തോന്നിയത്? കമന്റ് ചെയ്തോളൂ. ഫസ്റ്റിൽ ഞാൻ മനസ്സിൽ കണക്കൂട്ടി പറഞ്ഞു തന്നു. രണ്ടാമത്തത് ഒരൊറ്റ അടിക്കാൻ ചെയ്ത് പറഞ്ഞു തന്നു. മൂന്നാമത്തെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയി പറഞ്ഞു. ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഈസി അടുത്തൊന്ന് കമന്റ് ചെയ്യൂ, ചാറ്റ് ചെയ്യൂ. ഇതിലേക്ക് പോവാലോ. ഓക്കെ, വീണ പറഞ്ഞത് വെട്ടിയാണ് ചെയ്തത്. അപ്പൊ ഒറ്റയടിക്ക് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണ്. ആയിക്കോട്ടെ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണ്. ഓക്കെ, ഇനി നമിതയും കൂടി ഒരു അഭിപ്രായം വേണമെങ്കിൽ പറയാം. ജിതിനും ഒരു അഭിപ്രായം പറയാം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ഓക്കെ, നമ്മള് പിന്നെ മാത്സ് ഇന്ന രീതിയിലേ ചെയ്യാവൂ എന്നൊന്നുമില്ല. ഒക്കെ പണ്ടായിരുന്നു. ഇപ്പോ
ക്ലാസ് റൂമിൽ പോലും അങ്ങനെ ഇല്ല. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം, ഒരു കുഴപ്പമില്ല. പല വഴികളുണ്ട്, പലർക്കും പലതാണ് എളുപ്പം. ഒരാൾക്ക് ഈസി ആയത് മറ്റൊരാൾക്ക് ഈസി ആയിക്കോളണമെന്നില്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നമുക്ക് ഏതാണ് ഈസി ആ രീതിയിൽ മുന്നോട്ട്. അതുകൊണ്ടാണ് ഞാൻ പല രീതികൾ പറഞ്ഞു തരുന്നത്. ഇനി വേണേൽ ദശാംശം വെച്ചിട്ട് ചെയ്യാൻ വേണമെങ്കിൽ അങ്ങനെ വേണം. അങ്ങനെ അതുകൂടി സ്റ്റെപ്പ് പറഞ്ഞു തരണം. വേണമെങ്കിൽ പറഞ്ഞുതരാം. യെസ് വേണമെങ്കിൽ യെസ് എന്ന് പറയാ. അപ്പൊ ഞാൻ പറഞ്ഞു തരാം. അങ്ങനെ വേണമെങ്കിൽ അതും പറഞ്ഞു തരാം. വേണം, ഓക്കെ, ആയിക്കോട്ടെ. അപ്പൊ നമുക്ക് അതും നോക്കാം. ഓക്കെ ഓക്കെ. അതെങ്ങനെയാണ്? ഒന്നുമില്ല, നമ്മള് 220 എഴുതി. അതിലിപ്പോ മാറ്റം വരുത്താം. അല്ല, 2200, അതിൽ മാറ്റം വരുത്താനൊന്നും പറ്റില്ല. 2200 തുടങ്ങി. 2200. ഇനി എന്താണ് 10%? 10% എന്ന് പറഞ്ഞാൽ 10-1 അല്ലെങ്കിൽ 0.1 മനസ്സിലാക്കണം. അപ്പൊ എന്ത് കിട്ടി? 0.1 കിട്ടി. 0.1 10%. 0.1 ഓർമ്മയിൽ വെക്കുക. അപ്പൊ 20% എന്താ? 20% എന്ന് പറഞ്ഞാൽ 0.2 ആണ്. അപ്പോ പിന്നെ 50% എന്താ? 0.5 ആണ്. 0.5. അപ്പോൾ ഓക്കെ, 0.5. ഓക്കെ, 0.5. ദശാംശം നമ്മൾ ഗുണിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഒന്നും ചെയ്യില്ല. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ദശാംശം ഇല്ല എന്ന് വിചാരിച്ചാണ് ഗുണിക്കും. അപ്പൊ 2200 ആദ്യം 1 കൊണ്ട് ഗുണിച്ചു. അപ്പൊ 2200 തന്നെ കിട്ടി. പിന്നെ അതിനെ 2 കൊണ്ട് ഗുണിച്ചപ്പോ 4400 കിട്ടും. പിന്നെ അതിനെ 5 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും? 20 എത്ര വരും? പറയൂ. അല്ലെങ്കിൽ അങ്ങനെ അവിടെ 1/2, പിന്നെ 2200 അവിടെ നിന്നോട്ടെ. 1 2 2 2 × 5 10. ആ പോയിന്റുള്ള 1 2 5 മാത്രം ചെയ്യാം. 10. ആ 10 കൊണ്ട് 2200 ഗുണിച്ചാൽ എത്ര വരും? 22,000. 22,000. ഓക്കെ. ഇനി എത്ര ദശാംശ സ്ഥാനം ഉണ്ട് നമുക്ക്? ഏതായാലും ദശാംശം കൂടി പഠിച്ചോളൂ, അത് നമുക്ക് ഇനി ആവശ്യമാണല്ലോ. 3 ദശാംശ സ്ഥാനം ഉണ്ട്. ആ 3 നീക്കുക. 1 2 3. അത് കഴിഞ്ഞിട്ടൊരു പോയിന്റ് ഇടുക. അപ്പൊ എത്ര കിട്ടി? 22.000 എന്ന് പറഞ്ഞാൽ എത്രയാ? ഇത് 22 ആണ്. 0-ന് അവിടെ വിലയൊന്നുമില്ല. അപ്പൊ നമുക്ക് 22 ആൻസർ ചെയ്യും. ഇന്ന് വേറൊരു വഴി. ഇപ്പൊ ഏതാ എളുപ്പമായി തോന്നിയത്? ഇതിലേതാണ്? ഇപ്പൊ 4 രീതിയിലാണ് നമ്മൾ പറഞ്ഞത്. ഇതിൽ ഏതാണ് നിങ്ങൾക്ക് എളുപ്പമായി തോന്നിയത്? ഇതും കൂടി ഉൾപ്പെടെ പറഞ്ഞോളൂ ധൈര്യമായിട്ട്. ഇനി രീതികളുണ്ടാവട്ടെ. ഇനി രീതികളുണ്ട്. പല രീതികൾ ഇനിയും കിടക്കുന്നു. എല്ലാം കൂടി പറയാനുള്ള നേരം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ പറയാം. ഇപ്പൊ ഏതാണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നി? ഇതാണോ? ഇപ്പൊ 4 സ്റ്റെപ്പുകൾ നമ്മൾ പറഞ്ഞു. പെട്ടെന്ന് കമന്റ് ചെയ്യും. ആദ്യം പറഞ്ഞതാണ് ഒരാൾ. ഓക്കെ, ആയിക്കോട്ടെ, കുഴപ്പമില്ല, നിങ്ങളത് ചെയ്തോളൂ. പിന്നെ ഇപ്പൊ ഇത് പെട്ടെന്ന് ചെയ്യുക. അത് രണ്ടാമത് ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞതാണ്. ഒക്കെ അങ്ങനെ ചെയ്യാൻ കുഴപ്പമില്ല. ഇനി
ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അത് ചെയ്തോളാം കേട്ടോ. നിങ്ങൾക്ക് ഏതാണ് എളുപ്പം ചെയ്യാം. ഞാൻ പല രീതികളും പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്തോളൂ. ഇനി ഒരു കണക്കുകൂടി ചെയ്തിട്ട് നമ്മളിത് അവസാനിപ്പിക്കുകയാണ്. ബാക്കിയുള്ളത് നമുക്ക് നാളെ പറയാം. 6 മണിക്കൂർ ചോദ്യം എഴുതിക്കോളൂ. 6 മണിക്കൂർ ഒരു ദിവസത്തിന്റെ 6 മണിക്കൂർ ഒരു ദിവസത്തിന്റെ എത്ര ശതമാനം? 6 മണിക്കൂർ ഒരു ദിവസത്തിന്റെ എത്ര ശതമാനം? ഓക്കെ, ഞാൻ ആൻസർ ചെയ്ത് കഴിഞ്ഞു. ജിതിൻ ഈ നെറ്റിൽ കിട്ടുന്നില്ല തോന്നുന്നു. ഓക്കെ, നാം ഇതൊക്കെ ഓക്കെ. നിങ്ങൾക്കറിയാതെ അതെന്താ, അവിടെ എന്ത് ചെയ്താൽ മതി? 6 മണിക്കൂർ 6 എന്ന് എഴുതുക. ഒരു ദിവസം എത്ര മണിക്കൂറാ? 24ആണ്. അപ്പൊ 6/24 ശതമാനമാക്കാൻ എന്ത് ചെയ്താൽ മതി? 100 കൊണ്ട് ഗുണിച്ചാൽ മതി. അവിടെ ഒന്നും ചെയ്യാനില്ല. അപ്പൊ 6/24 ഇൻറ്റു 100. 6/24 വെട്ടിച്ചെറുതാക്കി 1/4 കിട്ടും. 1/4 ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു 25%. ഓക്കെ, അത്രയാണ് നമ്മൾ ഇന്ന് ക്ലാസ് എടുക്കുന്നത്.